Types of friction. There are three important types of friction: static friction, sliding friction, and a rolling friction. Static friction, sliding friction, rolling friction. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്ലൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രതലത്തിൽ കൂടെ ഒരു ഒബ്ജക്റ്റ് തെന്നി മാറുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഒരു വസ്തു ഒരു പ്രതലത്തിൽ കൂടെ ഉരുണ്ടു മാറുമ്പോൾ ഉള്ള ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. ലെറ്റ്സ് സ്റ്റഡി one by one in detail. Static friction. Static friction is the maximum value of frictional force between two surfaces, which can prevent one surface from sliding over the other. Static friction is the maximum value of frictional force between two surfaces. This is the maximum value of frictional force between two surfaces, which prevent one surface from sliding over the other. Okay, this is the maximum value of frictional force between the two surfaces, which can prevent one surface from sliding over the other. ഒരു സർഫസ് ഒരു സർഫസിന്റെ മണ്ടയിൽ കൂടെ സ്ലൈഡ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഫോഴ്സിനെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. It keeps the object stationary when it is placed on a surface. Okay, അത് ഒബ്ജക്റ്റ് ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോൾ അത് അനങ്ങാതെ സ്റ്റേഷനറി ആയി നിൽക്കുവാൻ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആ ഒബ്ജക്റ്റിനെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് പ്രിവെൻറ്റ്സ് എ കാർ ഫ്രം സ്ലൈഡിങ് ഡൗൺ ഹിൽ വെൻ ഇറ്റ് ഇസ് പാർക്ക്. ഒരു കാർ പാർക്ക് ചെയ്യുമ്പോൾ മലയുടെ ചെരിഞ്ഞ പ്രതലത്തിൽ പാർക്ക് ചെയ്യുമ്പോൾ താഴോട്ട് സ്ലൈഡ് ചെയ്ത് പോകാതെ ഇതിനെ സഹായിക്കുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. Static friction varies based on the force applied on the objects. Static friction varied based on the force applied on the objects, but has a maximum value. Static friction vary ചെയ്യാം. ഒരു വസ്തുവിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വേരി ചെയ്യാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടി വരാം. But it has a maximum value. എന്നാൽ ഇതിനൊരു മാക്സിമം വാല്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ടു സർഫസസ് യു ക്യാൻ സീ ഹിയർ. ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഒരു സർഫസിൽ കൂടെ he tried to slide this object over this surface. Just assume that maximum static friction between these surfaces 50 ന്യൂട്ടൺ. 50 ന്യൂട്ടൺ ആണ് ഈ സർഫസ് തമ്മിലുള്ള മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതായത് മൂവ് ചെയ്യാതിരിക്കാനുള്ള മാക്സിമം ഫോഴ്സ് 50 ന്യൂട്ടൺ ആണെങ്കിൽ, ഓക്കെ, ഇദ്ദേഹം ആദ്യം 25 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടുന്ന് 25 ന്യൂട്ടൺ ഫോഴ്സ് ചെലുത്തി ഇദ്ദേഹം പുഷ് ചെയ്യുന്നു, ഈ ഡയറക്ഷനിൽ പുഷ് ചെയ്യുന്നു. ആ സമയത്ത് ഇങ്ങോട്ടൊരു ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അത് എത്ര ന്യൂട്ടൺ ഉണ്ടാവും? യെസ്, വെൻ ഹി എക്സെപ്റ്റ് 25 ന്യൂട്ടൺ, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് ഓൾസോ 25 ന്യൂട്ടൺ. When he exerts 35 Newton force, the static friction will be 35 Newton. When he exerts 45 Newton force, the static friction will be 45 Newton. When he exerts 50 Newton, 49 Newton, static friction also will be 49 Newton. Okay, so when he overcome the 50 Newton force, അതാണ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിനേക്കാളും കൂടുതൽ 51 ന്യൂട്ടൺ അല്ലെങ്കിൽ 60 ന്യൂട്ടൺ ഫോഴ്സ് ചെലുത്തുമ്പോൾ
this object start moving. Okay, അപ്പോൾ ആദ്യത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 25 ആയിരുന്നു. Then it increases to 35 Newton. Then it increases to 45. Then it increases to 49. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ വേരി ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വേരി ചെയ്തുകൊണ്ടിരുന്നു. ഇദ്ദേഹം 35 അപ്ലൈ ചെയ്തപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 35 ആണ്. ഇദ്ദേഹം 25 അപ്ലൈ ചെയ്തപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 25 ആണ്. 49 അപ്ലൈ ചെയ്തപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 49 ആണ്. പക്ഷേ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം വാല്യൂ ഇത് തമ്മിലുള്ള മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 50 ആയിരുന്നു. അതുകൊണ്ട് 50 വരെ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 50 ആണ്. 50-ൽ കൂടുതൽ വരുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. When the applied force overcome the static friction, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഓവർകം ചെയ്യുമ്പോൾ the object start moving. ഒബ്ജക്റ്റിനെയും മൂവ് ചെയ്യാൻ തുടങ്ങും. At this point, the static friction ceases and kinetic friction or sliding friction takes. അപ്പം മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ സമയത്ത് 50 ന്യൂട്ടണിൽ കൂടുതൽ ഇവിടെ കൊടുക്കുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഇത് ഓവർകം ചെയ്യും, നമ്മുടെ ഫോഴ്സ് ഓവർകം ചെയ്യും. അപ്പോൾ then the object start move. When the object start moving, then there is no static friction. ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ സ്റ്റാറ്റിക് സ്റ്റേറ്റിലുള്ള, അതായത് സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ ഇല്ല. മൂവ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്, ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല. then it is sliding friction. When the object start move, there is no static friction, then only sliding friction. സ്ലൈഡ് ചെയ്യുമ്പോൾ, തെന്നി മാറുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആദ്യം നമുക്ക് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ഒരു ഫോഴ്സ് കൊടുക്കണം. 50 ന്യൂട്ടണിൽ കൂടുതൽ കൊടുത്താലേ ഇത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പക്ഷേ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അത്രയും ഫോഴ്സ് കൊടുത്തില്ലെങ്കിലും, 50 കൊടുത്തില്ലെങ്കിൽ 45 കൊടുത്താലും ചിലപ്പോൾ ഈ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യും. അതിൻ്റെ അർത്ഥം ഇഫ് ദ ഒബ്ജക്റ്റ് വൺസ് സ്റ്റാർട്ടഡ് മൂവിങ്, then it needed less force to move, keep on moving. അത്രയും ഫോഴ്സ് വേണ്ട, 50 ന്യൂട്ടൺ തന്നെ വേണ്ട പിന്നെ ഇത് മൂവ് ചെയ്യാൻ. അതിനേക്കാളും കുറച്ച് ഫോഴ്സ് കൊടുത്താലും ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. അതിൻ്റെ അർത്ഥം പിന്നെ എന്നാ ഫ്രിക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞത് സ്ലൈഡിങ് ഫ്രിക്ഷൻ. സ്ലൈഡിങ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സ്ലൈഡിങ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. Okay, next. Sliding friction. Sliding or kinetic friction is the friction that results from two surfaces being pressed against each other while sliding. Sliding or kinetic friction is the friction that results from two surfaces being pressed against each other while sliding. സ്ലൈഡ് ചെയ്യുമ്പോൾ ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് സർഫസുകളും തമ്മിൽ പരസ്പരം പ്രസ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്യുന്നുണ്ട്. അന്നേരം ഉണ്ടാകുന്ന ആ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഇറ്റ്സ് ദ സ്ലൈഡിങ് ഫ്രിക്ഷൻ ദാറ്റ് makes sure an object does not continue to move forever in a force he acted on it. Sliding friction that makes sure an object does not continue to move forward when a force is acted on it. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ അപ്ലൈ ചെയ്ത ഫോഴ്സിനനുസരിച്ച് എപ്പോഴും ഈ വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കാതെ കുറച്ച് കഴിയുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരു ബോൾ നമ്മൾ ഒഴിച്ചു വിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആകും. വൈ? ബിക്കോസ് ബോൾ കഴിക്കുമ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ ആണ്. അല്ലെങ്കിൽ ഒരു വസ്തു, നമ്മളൊരു മൊബൈൽ ഒരു പ്രതലത്തിൽ കൂടെ തള്ളി വിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബുക്ക് ഒരു ടേബിളിൻ്റെ മണ്ടേ കൂടെ തള്ളി അങ്ങോട്ട് വിടുകയാണെങ്കിൽ കുറച്ച് സമയം ബുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ട്, അതാണ് ആ ഫ്രിക്ഷനാണ് ഈ ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഹവർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ വളരെ കുറവാണ്. ഫോർ ദ സെയിം മെറ്റീരിയൽ ഇൻ കോണ്ടാക്ട്. അപ്പോൾ സെയിം മെറ്റീരിയൽസ്, അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ എക്സാമ്പിളോട്ട് പോവുകയാണെങ്കിൽ
ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 50 ന്യൂട്ടൺ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇത് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഈ 50 ന്യൂട്ടൺ വേണ്ട കാര്യമില്ല. ഒരു 45 ന്യൂട്ടൺ ആണെങ്കിലും ചിലപ്പോൾ എന്നാ ചെയ്യും, ആ വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയും ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കും. That means sliding friction is less than static friction. That's why it is easier to slide a piece of furniture over the floor after you start moving it than it gets to move in the first place. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു കാർ നിങ്ങൾ തള്ളുക. കാറ് തള്ളുമ്പോൾ ആദ്യം കാറ് തള്ളിയിട്ടൊന്ന് കാറൊന്ന് അനങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഒരു 2 പേര് കൂടിയും തള്ളുമ്പോൾ ഒന്ന് അനങ്ങിക്കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ, ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അത്രയും പ്രയാസമില്ല. പിന്നെ നമുക്ക് അത്രയും ഫോഴ്സ് ചെയ്തതിന് കാര്യമില്ല. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഈസിയർ ടു സ്ലൈഡ് എ പീസ് ഓഫ് ഫർണിച്ചർ. ഒരു ഫർണിച്ചർ പീസ് ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നമ്മൾ തള്ളി വിടുക. അപ്പം ആദ്യം തള്ളിയൊന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അത്രയും ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. Sliding or kinetic friction is the friction that results from two surfaces being pressed against each other while sliding. Okay, that is sliding friction. Sliding friction is less than static friction. The friction that occurs when one solid surface slides over another. Okay, this man is sit on a slide. This slide goes to the surface. There is a friction. So this slide is moving in one direction. Between this slide and this surface, there is a friction. That is sliding friction. Third one, rolling friction. When an object rolls over a surface, the force which opposes the rolling motion of the object is called rolling friction. When an object rolls over a surface, ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ കൂടി ഉരുണ്ടു മാറുമ്പോൾ the force which opposes rolling motion, ആ ഉരുണ്ടു മാറുന്ന വസ്തുവിന്റെ റോളിങ്ങിനെ ഉരുളുന്ന അവസ്ഥയെ തടസ്സപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതിനെ തടയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. ഇറ്റ്സ് ലെസ് ദാൻ ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഓൺ ബോഡി ഓഫ് ദ സെയിം മാസ്. The sliding frictionേക്കാൾ കുറവാണ്. We already studied sliding friction is less than static friction. Here the rolling friction is even less than sliding friction. Sliding frictionേക്കാളും rolling friction കുറവാണ്. Rolling friction is the resistive force that slows down the motion of the rolling ball or wheel. വീലിൻ്റെയോ ബോളിൻ്റെയോ ആ ഉരുളുന്ന സ്വഭാവത്തെ തടയുന്ന ഫോഴ്സാണ് ആ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ എന്നെ വിളിക്കുന്നു റോളിംഗ് ഫ്രിക്ഷൻ. ഇറ്റ് ഡസ് നോട്ട് ഈസി ടു സ്ലൈഡ് എ സ്യൂട്ട് കേസ് ഓൺ ദ ഫ്ലോർ, ബട്ട് ഇഫ് ദ സ്യൂട്ട് കേസ് ഹാസ് വീൽ ഇറ്റ് ഈസ് മച്ച് ഈസിയർ. ഒരു സ്യൂട്ട് കേസ് നമ്മുടെ തറയിൽ കൂടെ വലിച്ചുകൊണ്ട് പോകാൻ ശകലം പ്രയാസമാണ്. എന്നാൽ സ്യൂട്ട് കേസിന് അടിയിൽ വീലുണ്ടെങ്കിലോ is much easier. കുറച്ചുകൂടി വളരെ ഈസി. നമ്മൾ റെയിൽവേ we can see in the railway platform, airports, etc. Everyone how that suitcase with the wheel. So it's easy for them to move the suitcase through the railway platform. Railway platformil കൂടെ അല്ലെങ്കിൽ എയർപോർട്ടിൽ കൂടെ suitcase വീലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടൊക്കെ പോകണം. വീലുണ്ടെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് ശകലം ഫോഴ്സ് ചെയ്തിട്ട് നമുക്കതിനെ ചെയ്യാം, റോൾ ചെയ്തുകൊണ്ട് പോകാം. സോ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. Sliding friction is less than the static friction. This is rolling friction. Push on a wheel. We act a force from here in this direction. We'll start move like this. Friction resists the rolling. A frictional force between this
wheel and surface, there is a force of friction that resists the motion. That is rolling friction. I hope you understood this lesson. We studied 3 types of friction: static friction, sliding friction, and rolling friction. Thank you.